ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ചേലക്കരയിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM-ഉം ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തിയതും അതിനെക്കുറിച്ച് അവർ സംസാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏകപക്ഷീയമായി ചേലക്കരയിൽ CPM മുന്നേറുകയാണ്. ഒരു വിജയം ഉറപ്പിച്ച മട്ടാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? ചേലക്കര CPM-നെ സംബന്ധിച്ച് അവരുടെ ഉറച്ച മണ്ഡലമാണ്. അത് മറിക്കണമെങ്കിൽ രമ്യ ഹരിദാസും കോൺഗ്രസും അതിനു വേണ്ടിയുള്ള പണിയെടുക്കണമായിരുന്നു. പാട്ടും പാടി ജയിക്കും എന്ന് എല്ലാ കാലത്തും നമുക്ക് കരുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ പരാജയപ്പെടും എന്ന് ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ CPM-നെ പോലെ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടി അവരുടെ മുഴുവൻ വോട്ടും ചെയ്യിപ്പിക്കാനും എല്ലാ ആളുകളിലേക്കും എത്താനുമുള്ള ശ്രമം അവർ നടത്തും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ചേലക്കരയിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം, തുടക്കം മുതൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയം വരെ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏകദേശം 8000-ഓളം വോട്ട് ലീഡ് ചെയ്യുകയാണ് UR പ്രദീപ്. ഈ സമയം വരെ രമ്യ ഹരിദാസിന് ഒരിടത്ത് പോലും മുന്നിലെത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് അവിടെ ഏശിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാം ചർച്ച ചെയ്ത് എന്താ, അവിടെ രമ്യ ഹരിദാസിനൊരു സാധ്യത ഉണ്ടാവും. കാരണം ആ സാധ്യത എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം അവിടെ അലയടിക്കും. അപ്പോൾ രമ്യ ഹരിദാസ് ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും അവിടെ വിജയിക്കുമെന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച മണ്ഡലം തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഫലം. ഒരുപക്ഷെ ഇവിടെ നേരത്തെയൊക്കെ ആളുകൾ പറഞ്ഞതുപോലെ CPM-ൻ്റെ ഈ UR പ്രദീപ് പിന്നിൽ പോയിരുന്നെങ്കിൽ അത് ഈ ഭരണത്തിന് എതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തും CPM-ന് അതൊരു വലിയ തിരിച്ചടിയുമായി മാറിയാണ്. ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ആർക്കാണ് ഏറ്റവും വലിയ ദോഷം, ഏത് മണ്ഡലത്തിൽ തോൽക്കുമ്പോഴാണെന്ന് ചോദിച്ചാൽ ചേലക്കരയിൽ CPM തോറ്റാൽ അത് അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം പാലക്കാട് അവർ ജയിക്കുന്ന ഒരു മണ്ഡലമല്ല, വയനാട്ടിലും ആ സാധ്യതയില്ല. ചേലക്കരയാണ് സിറ്റിംഗ് സീറ്റ്. അത് മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. അപ്പോൾ അവിടെ ഒരു പരാജയം എന്നുള്ള ഒരു നരേഷൻ തുടക്കം മുതൽ ഇങ്ങനെ രമ്യ ഹരിദാസ് ജയിക്കും, UR പ്രദീപ് തുടക്കത്തിൽ അവസാന ഘട്ടം വന്നപ്പോൾ ആ രീതിയിലേക്ക് ഉണ്ടാക്കിയെടുത്തു, രമ്യ ഹരിദാസ് ജയിക്കും. പക്ഷേ അതൊന്നും വോട്ടർമാരിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ വോട്ടർമാർ അതിനെയൊക്കെ നിരാകരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. രമ്യ ഹരിദാസ് ഒറ്റപ്പാലത്ത് ആലത്തൂർ MP എന്നുള്ള നിലയിൽ, പഴയ ഒറ്റപ്പാലം മണ്ഡലം MP എന്നുള്ള നിലയിൽ അവരുടെ പ്രവർത്തനം എത്രമാത്രം മികവാർന്നതായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ട് വോട്ടർമാർക്കിടയിൽ. ആ സംശയം ഇപ്പോഴും വോട്ടർമാർ വെച്ചു പുലർത്തുന്നു എന്നുള്ളത് തന്നെയാണ് UR പ്രദീപിനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥിക്ക് മുന്നിൽ. രമ്യ ഹരിദാസ് ഒരു മോശം സ്ഥാനാർത്ഥിയല്ല, പക്ഷേ അവിടെ വരുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ UR പ്രദീപ് നേരത്തെ അവിടുത്തെ MLA ആയിരുന്നു. അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ രമ്യ ഹരിദാസും UR പ്രദീപും തമ്മിലുള്ള താരതമ്യത്തിൽ വോട്ടർമാർ സ്വീകരിച്ചത് നേരത്തെ തന്നെ അവരുടെ ജനപ്രതിനിധിയായിരുന്ന UR പ്രദീപിനെയാണ്. അപ്പുറത്ത് ലോക്സഭാ അംഗമായിരുന്ന രമ്യ ഹരിദാസിന് മികവ് പുലർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് കാണുന്നുണ്ട്. ആ പോരായ്മ നികത്താൻ ഉള്ള ശ്രമം ഇത്തവണയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടല്ല. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പിണറായി സർക്കാരിന്റെ ഒരു യഥാർത്ഥ വിലയിരുത്തലാകുമോ? അപ്പോൾ അത് എന്തായാലും അദ്ദേഹം വിജയിച്ച് കയറിയിട്ടുണ്ടല്ലോ. CPM-നെ സംബന്ധിച്ച് അങ്ങനെ തന്നെ അവർക്ക് അവകാശപ്പെടാം. അവിടെ പലതവണ പറയുകയും ചെയ്ത അതാ പറഞ്ഞ ചേലക്കരയിൽ ഈ റിസൾട്ട് എതിരാകുമായിരുന്നെങ്കിൽ നമ്മളിത് പറയത്തില്ലേ, ഭരണവിരുദ്ധ വികാരമുണ്ട്, അതുകൊണ്ട് CPM-ൻ്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരെയുള്ള വിലയിരുത്തലാണ് എന്ന് മാധ്യമങ്ങളെല്ലാം തന്നെ പറയും. അപ്പോൾ ഇവിടെ വിജയിക്കുമ്പോഴും അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടി വരും. അതായത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന എല്ലാം മികവുറ്റതാണെന്നുള്ളതല്ല അർത്ഥം. വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഇലക്ഷൻ വരുന്നത്. ഈ നവീൻ ബാബുവിൻ്റെ മരണം വരുന്നു, PP ദിവ്യ ആ വിവാദത്തിൽ പെടുന്നു, മൊത്തത്തിൽ അവിടെ ചില പ്രശ്നങ്ങൾ, ഭരണത്തിലുള്ള ഒരു മെല്ലപ്പോക്ക്, അങ്ങനെ വിവിധ വിഷയങ്ങൾ, ഭരണവിരുദ്ധ വിഷയങ്ങൾ നിൽക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ അതൊന്നും തന്നെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടില്ല. സ്വപ്നയുടെ നമുക്കറിയാം, സ്വപ്ന സുരേഷിൻ്റെ വിവാദം കത്തി നിൽക്കുമ്പോഴാണ് പിണറായി വീണ്ടും അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരം കാര്യങ്ങളൊന്നും വോട്ടർമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവർക്ക് അതൊരു വിഷയമല്ല. അവരെനിക്ക് തോന്നുന്നു UR പ്രദീപ് നേരത്തെ MLA ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അവർ തൃപ്തരായിരുന്നു. അതുകൊണ്ട് UR പ്രദീപ് തന്നെ വീണ്ടും വരട്ടെ, ഒരു പരീക്ഷണത്തിന് വേണ്ടി രമ്യ ഹരിദാസിനെ തിരഞ്ഞെടുക്കേണ്ട എന്ന് വോട്ടർമാർ തീരുമാനിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പോൾ UR പ്രദീപിന് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ജനപ്രതിനിധിയാകാനുള്ള അംഗീകാരം ജനങ്ങൾ നൽകും. നമ്മളിപ്പോൾ നോക്കുമ്പോൾ തുടക്കം മുതൽ അദ്ദേഹം ലീഡ് പുലർത്തുകയാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹം എത്തും. ഇപ്പോൾ തന്നെ 8000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമായി. പല മണ്ഡലങ്ങളിലും ഇനി ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഉറച്ച മണ്ഡലങ്ങളാണ്. അവിടെ ഇവിടെയൊക്കെയുള്ള കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങൾ എന്ന് പറയാം. അത് തിരിച്ച് ആ വോട്ടുകൾ അവിടെ ലീഡ് ചെയ്താൽ പോലും
എനിക്ക് തോന്നുന്നത് UR പ്രദീപിൻ്റെ ഭൂരിപക്ഷത്തെ മറികടക്കാനുള്ള ലീഡ് ആകുകയില്ല. ആ ലീഡ് കയറി തന്നെ പോകും. UR പ്രദീപ് എന്തായാലും ചേലക്കരയിലേക്ക് പലരും ചർച്ച ചെയ്തപ്പോഴും ചേലക്കര ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ചേലക്കരയിൽ പിന്നെ ചിലർ രമ്യ ഹരിദാസ് ജയിക്കുമെന്നുള്ള രീതിയിൽ തന്നെ പറയുകയും ചെയ്തു. UR പ്രദീപ് ജയസാധ്യത കുറവാണ്, അവിടെ ഇത്തരം വിഷയങ്ങളുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്, നവീൻ ബാബുവിൻ്റെ വിഷയമുണ്ട്, PP ദിവ്യയുടെ വിവാദം അതിനകത്ത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്, വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവരെ സംബന്ധിച്ച് ഇടതുപക്ഷ വോട്ടുകൾ കൃത്യമായി അവിടെ പോൾ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഒരുപക്ഷെ CPM അടിത്തട്ടിൽ അതിനു വേണ്ടിയിട്ടുള്ള പണിയെടുത്തിട്ടുണ്ടാകും. കാരണം പരാജയപ്പെട്ടാൽ അത് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാകും. ഭരണത്തിനുള്ള തിരിച്ചടി എന്നുള്ള നിലയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് വ്യാഖ്യാനിക്കപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയും ചേലക്കര ജയിച്ചേ പറ്റൂ. ചേലക്കരയിൽ ജയിക്കാനുള്ള എന്തൊക്കെ സാധ്യത CPM-നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ BJP CPM എന്നൊക്കെ പറയുന്ന പാർട്ടികളെ സംബന്ധിച്ച് ഒരു താഴേക്ക് പോക്കുണ്ടാകുന്നു എന്ന് തോന്നുന്ന സമയത്ത് മനസ്സ് വെച്ചാൽ, ചില സമയത്ത് പാർട്ടി ഡൗൺ ആയി പോകും, അങ്ങനെ തന്നെ പോട്ടെന്ന് വിചാരിക്കും. മനസ്സ് വെച്ചാൽ അവരെ സംബന്ധിച്ച് സംഘടനാ സംവിധാനമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് പലയിടങ്ങളിലും സംഘടന ദുർബലമാണ്. നേതാക്കന്മാരുടെ ഒരു കൂട്ടം മാത്രമാകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പ്രവർത്തകരിലേക്ക് എത്തുമ്പോൾ ആ നേതാക്കന്മാർ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. പഴയതുപോലെ ആവേശകരമായ പ്രവർത്തനത്തിലേക്ക് എത്താനും അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അത് അവരുടെ കണ്ണ് തുറക്കേണ്ടതാണ്. അതായത് ഒരു നരേഷൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ജയിക്കും എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ജയിക്കുന്നത്? ചുമ്മാ പറയുകയാണ് രമ്യ ഹരിദാസ് ജയിക്കും. രമ്യ ഹരിദാസ് ജയിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണവും കൂടെ നമ്മൾ പറയണം. എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ സാധ്യതകളുണ്ട്, ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് ലീഡ് ചെയ്യാൻ പറ്റുന്നത്, അതെങ്ങനെയാണ്, ഇങ്ങനെ കൃത്യമായ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയേണ്ടത്. അതിന് പകരം രമ്യ ഹരിദാസ് അങ്ങ് ജയിക്കും എന്ന് പറയുകയാണ്. ആലത്തൂരിൽ പണ്ട് നിന്നപ്പോൾ ഉണ്ടായ ഒരു ഓളത്തിൽ ജയിച്ചു പോയതുപോലെ രമ്യ ഹരിദാസ് ഇവിടെയും ജയിക്കും എന്ന് പറയുകയാണ്. അങ്ങനെയല്ല. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ കൃത്യമായ ഒരു വിലയിരുത്തലോ അല്ലെങ്കിൽ പഠനമോ നടത്തേണ്ടിയിരിക്കുന്നു. രമ്യ ഹരിദാസ് അവർ തീർച്ചയായിട്ടും ഒരു നല്ല കാൻഡിഡേറ്റൊക്കെ തന്നെയാണ്. പക്ഷേ നേരത്തെ ലോക്സഭാ അംഗം എന്നുള്ള നിലയിൽ അവർക്കുണ്ടായിരുന്ന ചില നെഗറ്റീവ് ഇമേജ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ അവർക്ക് മറികടക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൂടി ഈ ഇലക്ഷൻ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് അനുമാനിക്കേണ്ടി വരും. അവിടെ പ്രദീപ് തന്നെയാണ് സ്കോർ ചെയ്തത്. പ്രദീപിനെ അവസാന ഘട്ടത്തിലൊക്കെ മാധ്യമങ്ങൾ ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥി എന്നുള്ള തരത്തിലേക്കൊക്കെ മാറ്റിയെങ്കിലും ജനം അതൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.